പറയുമ്പോൾ ഈ പ്രൊഫസേഴ്സ് തന്നെ പറയാറുണ്ട്, ജസ്റ്റ് ചിന്തിക്കുക, പരിശുദ്ധ റൂഹ പിതാവാൻ ദൈവത്തിൽ നിന്നും പുത്രനിൽ നിന്നും കൂടെ ഒന്നിച്ചാണ് പുറത്ത് ഈ പ്രൊസീഡ് ചെയ്തത്. പിതാവിന്റെ മാത്രമെന്ന് ശരിക്കും പറഞ്ഞാൽ ആർക്കാ കൃത്യമായിട്ട് അറിയാവുന്നത്? ഇതൊരു പഠിപ്പിക്കല, ഡോക്ടേഴ്സാണ് ഞാൻ പറഞ്ഞത്. ഞാനിന്നും എതിരോ ഫോർ ഓർ എഗൻസ്റ്റ് അല്ല പറയുന്നത്. ഇതൊക്കെ എന്ന് പറയുന്നത് ബിയോണ്ട് ഹ്യൂമൻ ഇന്റലക്റ്റാ. കാരണം ഇതൊക്കെ വലിയ ഹോളി മിസ്റ്ററീസ് നമ്മുടെ ഹോളി മിസ്റ്ററീസ്, സ്വർഗീയ രഹസ്യങ്ങളാണ്. നമ്മുടെ ആരുടെയും റിസർച്ചിന്റെ അകത്ത് കൊണ്ടിരുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒന്നും വരുന്ന വിഷയമാണോ ഇത്? വലിയൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ഓർത്തഡോക്സ് സഭയും കാത്തലിക് ചർച്ചും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് 2 മിനിറ്റ് കൊണ്ട് പറയാം. മറ്റൊന്ന്, ക്രൈസ്റ്റ് ജീസസിന് ഇതിന്റെ 2 നേച്ചർ, അതായത് ഹ്യൂമൻ നേച്ചറും ഡിവൈൻ നേച്ചറും. അപ്പോൾ ഈ ഓർത്തഡോക്സ് സഭകളെ പറയുന്നത് മോണോഫിസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കാത്തലിക് ചർച്ചിനെ ഡയോഫിസൈറ്റ്സ് എന്നാ വിളിക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ ക്രിസ്തു യേശു ഒരേ സമയത്ത് ദൈവവും മനുഷ്യനുമായിരുന്നു എന്ന് ഓർത്തഡോക്സ് സഭകൾ പറയുമ്പോൾ കാത്തലിക് ചർച്ച് പറയുന്നത് ക്രിസ്തു യേശുവിന്റെ 2 സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത്. ഉദാഹരണം, കാത്തലിക് ചർച്ചിൽ ഇതെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളതുകൊണ്ടാ പറയുന്നത്. കാത്തലിക് ചർച്ച് പറയുന്നത് ഈ സ്റ്റിൽഡ് ദി സ്റ്റോം, കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയ സമയത്ത് ക്രൈസ്റ്റ് ജീസസ് പൂർണ്ണമായും ദൈവമായിരുന്നു. എന്നാൽ ലാസറസിന്റെ ആ ടൂബിന് മുമ്പിൽ, ആ സെമട്രി അല്ലെ ടൂബിന് മുമ്പിൽ കല്ലറയ്ക്കൽ വന്നപ്പോൾ ജീസസ് വെപ്റ്റ്. ദൈവത്തിന് കരയാനാവുമോ? ഇപ്പൊ കാത്തലിക് ചർച്ചിന്റെ അവിടുത്തെ തിയോളജിയൻസിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, ദൈവം കരയുമോ? കാരണം വി ആർ ഓൾ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പിതാവാൻ ദൈവം ഓൾ പവർഫുൾ ആയിരിക്കുന്ന ദൈവം അറിഞ്ഞേ എല്ലാം സംഭവിക്കുന്നത്. അങ്ങനെയുള്ള ദൈവത്തിന് ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ കൃത്യമായി തിരുവചനം പറയുന്നതാണ്, ക്രൈസ്റ്റ് ജീസസ് വെപ്റ്റ്, കർത്താവ് യേശു കരഞ്ഞു. അപ്പോൾ അത് ഒരു ഹ്യൂമൻ നേച്ചറിൽ വരുന്നത്. ദൈവത്തിന് കരയാനാവും, മനുഷ്യന്റെ മാത്രം ഒരു പ്രത്യേകത. അപ്പൊ ആ സമയത്ത് ക്രിസ്തു യേശു പൂർണ്ണമായും മനുഷ്യനായിരുന്നു. എന്നാൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയപ്പോൾ he was the real God. ആ ടൈമിന് കൃത്യമായി ദൈവമാണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ബ്രെഡ്, 5 അപ്പം കൊണ്ട് 5000 ഫീഡ് ചെയ്തു. ആ സമയത്ത് ക്രിസ്തു ദൈവമായിരുന്നു. അല്ലാത്ത ചില സന്ദർഭങ്ങളിൽ മനുഷ്യനെ പോലെ മാത്രമായിരുന്നു. ഓർത്തഡോക്സ് സഭകൾ പറയുന്നത്, ഓർത്തഡോക്സ് സഭയെല്ലാം പറയുന്നത് അങ്ങനെയല്ല, എല്ലാ സമയത്തും ദൈവവും മനുഷ്യനും തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. കാരണം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ഇൻസെപ്പറബിൾ ആണ്. ഓർത്തഡോക്സ് സഭ പറയുന്നത് ദൈവത്വവും മനുഷ്യത്വവും അത് ഇൻസെപ്പറബിൾ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതിനെ രണ്ടാക്കി നമുക്ക് ഇന്ന സമയത്ത് ക്രിസ്തു ദൈവമായിരുന്നു, ഇന്ന സമയത്ത് മനുഷ്യനായിരുന്നെന്ന് പറയാൻ സാധിക്കത്തില്ലെന്ന് ഓർത്തഡോക്സ് സഭ. കാത്തലിക് ചർച്ച് പറയുന്നത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമായിരുന്നു. ആ നേച്ചർ എന്നാ പറയുന്നത്, ഹ്യൂമൻ നേച്ചർ, ഡിവൈൻ നേച്ചർ. ഞാൻ പറഞ്ഞത് പക്ഷെ ഇതൊക്കെ ദൈവത്തിന് തന്നെയല്ലാതെ ഏത് മനുഷ്യനാ ഇതിനെക്കുറിച്ചൊക്കെ 100% കൺഫേം ചെയ്ത് പറയാൻ സാധിക്കും? ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ ഞാൻ ഗീവരിച്ചു. ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വരുന്നത്, ഞാൻ യാക്കോബായ സുറിയാനി സഭയുടെ അവിഭാജ്യ ഘടകമായിരിക്കുന്ന ജ്ഞാനായ ഭദ്രാസനത്തിലെ ഒരു ബിഷപ്പ്, അദ്ദേഹം ഏതോ ഒരു ചെറിയ പരിപാടിയിൽ ക്ലാസ് ആയിട്ട് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. അദ്ദേഹം സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തെ അപ്പാടെ നൈസായിട്ട് തള്ളിക്കളയാണ്, നേരിട്ട് തള്ളിയ. വളരെ ബുദ്ധിയോടുകൂടിയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുള്ളെന്ന് അദ്ദേഹത്തിന്റെ ചിന്തയാണ്. അതായത് പെട്ടെന്ന് ഒരു മരം വെട്ടിയിട്ടാൽ അതിന്റെ വലിയ മരമാണെങ്കിൽ അതിന്റെ അലയോലികൾ ഭയങ്കരമായിരിക്കും. ആ മരത്തിന്റെ വീഴ്ച അനുസരിച്ച് ആ മരത്തിന് കേട് സംഭവിച്ചേക്കാം. എന്നാൽ ഈ കൊടിമരമൊക്കെ സ്ഥാപിക്കുവാനായിട്ട് മരം വെട്ടുന്നത് അത് നിലത്ത് വീഴാതെ കയറ് കെട്ടി പതുക്കെ താഴെ ഇറക്കി വണ്ടി കയറ്റി അല്ലെങ്കിൽ രഥത്തെ കയറ്റി കൊണ്ടുപോകുന്ന ഒരു രീതിയാണ് ഉള്ളത്. അല്ലെങ്കിൽ അത് നിലത്തേക്ക് പതിക്കാത്ത വിധത്തിലാണ് അതിന് ക്രമീകരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കീറാതെ കുരുവെടുക്കുക, ആരും അറിയാതെ നൈസായിട്ട് മറ്റൊരിടത്ത് കൊണ്ട് കെട്ടിക്കൊടുക്കുക എന്നതാണ്. ആ ഉദ്ദേശശുദ്ധി അത് തന്നെയാണ് എന്ന് ഏകദേശം മനസ്സിലാവുന്നുണ്ട്. ശുദ്ധമുള്ള സഭയുടെ
തലവനായിരിക്കുന്ന പാത്രിക് ബാവയുടെ നടപടികളെ ഒന്നും അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തെ സഭയെ സംബന്ധിച്ചോളം അദ്ദേഹം സഭയ്ക്ക് ഇതരനായി തീർന്നു. അപ്പം നൈസായിട്ട് അദ്ദേഹം പഴയ വേദവിരീതമൊക്കെ പതുക്കെ പൊടി തട്ടിയെടുക്കുകയാണ്. എങ്ങനെയാണ് വേദവിരീതം പൊടിയിട്ടെടുത്തതെന്ന് ചോദിച്ചാൽ, ഈ നിക്കായാലും ക്രിസ്ത്യനെ പോലീസ് എഫേസിലും മറ്റുണ്ടായ 3 പുണ്യപ്പെട്ടവങ്ങളായ പൊതു സുന്നോസുകളിൽ നിക്കാ സുന്നോസിന്റെ വിശ്വാസ പ്രമാണത്തെ പുള്ളി നൈസായിട്ട് തള്ളിക്കളഞ്ഞു. എന്താ വെച്ചാൽ അതിനെ സ്വയം അങ്ങ് ന്യായീകരിച്ചു. ഞാനങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ, അതൊക്കെ എന്താ പറയുന്നത് ഹെവൻലി മിസ്റ്ററിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം 2:24-25 ഒക്കെ ആ പറഞ്ഞതിനകത്തൊക്കെ ഉള്ളതിന് മറുപടിയുണ്ട്. പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ ഈ സുവിശേഷങ്ങളിലൊക്കെ മറുപടിയുണ്ട്. പിതാവിൽ നിന്നാണോ പരിശുദ്ധാത്മാവ് എടുക്കപ്പെടുന്നത് അതോ പുത്രനിൽ നിന്നാണോ എന്ന് എങ്ങനെ അറിയാം? ഈ വചനങ്ങളൊക്കെ ഒന്ന് വായിച്ചിരുന്നെങ്കിൽ അതൊക്കെ അറിയാൻ പറ്റിയേനെ. നെസ്തോറിന്റെ ഭാഷാണ്ഡതയാണ് ഇരുസ്വഭാവവാദം. സുറിയാനി സഭ അത് ശപിച്ച് തള്ളിക്കളഞ്ഞു. സുറിയാനി സഭയല്ല, അന്നത്തെ എല്ലാ സഭകളും ശപിച്ച് തള്ളിക്കളഞ്ഞതാണ്. ആദിമ നൂറ്റാണ്ടിലുണ്ടായിരുന്ന 4-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന എല്ലാ സഭകളും അത് ശപിച്ച് തള്ളിക്കളഞ്ഞു. അതിനകത്ത് ഈ ഒരു ശമോൻ എന്ന് പറയുന്ന ഒരാൾ മുതൽ 18ഓളം പാഷാണ്ഡതകൾ 4-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പ്രബലന്മാരായിരുന്നു നെസ്തോർ, അറിയൂസ് എന്നൊക്കെ പറയുന്നവരുടെ പാഷാണ്ഡത എന്നൊക്കെ പറയുന്നത് അവർ പണ്ഡിതന്മാരും കൂടെ ലിബിയക്കാരൻ അറിയൂസിന്റെ ഒക്കെ പാഷാണ്ഡത എന്ന് പറഞ്ഞാൽ അന്യായമായിരുന്നു. അതിനകത്ത് ഇന്ന് പെട്ടുകൊടുത്തവർ അനേകരായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാ മുഖാന്തരം അതിനൊക്കെ ഈ സഭയെ നേർവഴിക്ക് നയിച്ചു പിതാക്കന്മാര്. അതല്ലേ സത്യം? ഈ സത്യം അങ്ങനെ തന്നെ നിലനിൽക്കെ ഇത് സത്യമാണെന്ന് അറിയാമായിരിക്കെ തന്നെ അവര് പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയുന്നത് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഈ ഗോഷ്ഠിയൊക്കെ എന്തിനു വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ വിശ്വാസികളെ ഒന്ന് കൺഫ്യൂഷൻ ആക്കിയിട്ട് അത് ശരിയല്ല ഇത് ശരിയല്ല, അവർ സ്വർഗത്തിൽ പോലും നമ്മളും പോകില്ല, ന്യായമായ കാര്യമായിട്ട്. പക്ഷെ വിശ്വാസത്തിന്റെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും ഒരടിസ്ഥാന ഘടകം ഉണ്ട്. അത് മാത്രം അദ്ദേഹം നൈസായിട്ട് മറച്ചു വെക്കുകയാണ്. സുറിയാനി സഭയുടെ വിശ്വാസം എന്താണ്? ഗണ്ഡിപ്പിന്റെ ശുശ്രൂഷയ്ക്കകത്ത് എന്താണ് പറയുന്നത്? അതായത് അത് ജനത്തിനത് അറിയില്ല, പക്ഷെ ഞാൻ പറഞ്ഞുതരാം. ഗണ്ഡിപ്പിന്റെ ശുശ്രൂഷയ്ക്കകത്ത് വചനമായ ദൈവം ഇപ്രകാരം സത്യമായും ജഡത്തിൽ കഷ്ടത അനുഭവിക്കുകയും, ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക, വചനമായ ദൈവം ഇപ്രകാരം സത്യമായും ജഡത്തിൽ കഷ്ടത അനുഭവിക്കുകയും കുരിശിൽ വെച്ച് ഖണ്ഡിക്കപ്പെടുകയും ചെയ്തു. തന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു. എന്നാൽ തന്റെ ആത്മാവിൽ നിന്നോ ശരീരത്തിൽ നിന്നോ തന്റെ ദൈവത്വം വേർപെട്ടില്ല. തന്റെ പിലാവിൽ കുന്തം കൊണ്ട് കുത്തപ്പെട്ടു. അതായത് ലോകം മുഴുവനുമുള്ള പാപപരിഹാരത്തിനും പ്രദമായ രക്തവും വെള്ളവും അതിൽ നിന്ന് ഒഴുകി. തന്റെ ശരീരം മുഴുവൻ അതിൽ മുങ്ങുകയും ചെയ്തു. ലോകം മുഴുവന്റെയും പാപത്തിനു വേണ്ടി പുത്രൻ കുരിശിൽ മരിച്ചു. വീണ്ടും തന്റെ ആത്മാവ് വന്ന് തന്റെ ശരീരത്തോട് ചേരുകയും ഇടത്തേതിനടുത്ത ജീവിത രീതിയിൽ നിന്ന് വലത്തേതിനടുത്തേക്ക് ഞങ്ങളെ തിരിക്കുകയും ചെയ്തു. തന്റെ രക്തമൂലം സമാധാനം സ്ഥാപിക്കുകയും സ്വർഗീയരെയും ഭൗമികരെയും സ്വജാതീയരെയും വിജാതീയരെയും ആത്മാവിനെയും ശരീരത്തെയും തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്തിട്ട് 3-ാം ദിവസം ഖബറിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. അഭിവാജ്യമായ സംയോജനത്തിന് ശേഷം അമ്മാനുവേൽ ഏകൻ മാത്രമാകുന്നു, 2 സ്വഭാവങ്ങളായി വിഭജിക്കപ്പെട്ടുകൂടാ. ഇപ്രകാരം ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇങ്ങനെ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഇങ്ങനെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഈ ശരീരം ഈ രക്തത്തിൻ്റെതാണ്, ഈ രക്തം ഈ ശരീരത്തിൻ്റെതാണ്. ഇതെവിടെ നിന്ന് വായിച്ചെന്നറിയാവോ? വിശുദ്ധ കുർബാന തക്സിക്കകത്തുനിന്ന് വായിച്ചതാണ്. എപ്പോഴാണ് ഇത് ചെയ്യുന്നതെന്നറിയാവോ? കണ്ണിപ്പിന്റെ ശുശ്രൂഷയിൽ ചെയ്യുന്നതായ ക്രമമാണ്. ഇതുപോലെ മറ വലിച്ചിട്ടിട്ട് കണ്ണിപ്പിന്റെ ശുശ്രൂഷ നടത്തുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ മെത്രാച്ചനടക്കമുള്ളവർ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്വയമായിട്ടൊരു വിശ്വാസം ഇല്ലെങ്കിൽ ഈ പണി നിർത്തി പോകുന്നതല്ലേ നല്ലത്? അല്ലേ? അതിൽ സ്വയമായിട്ടൊരു വിശ്വാസമില്ല, ഈ പണി നിർത്തി പോകും, എന്നിട്ട് വേറെ എന്തെങ്കിലും പണിക്ക് പോകും, അപ്പൊ വിഷയം തീർന്നില്ല. അല്ലെങ്കിൽ ഇനിയിപ്പം പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ഒരു കുട്ടിപ്പാട്ട് കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി അങ്ങ് മാറാം. ഒരു വിശ്വാസ സമൂഹത്തെ
കൺഫ്യൂഷനിലാക്കുക അല്ല ഒരു ബിഷപ്പിന്റെ ഉത്തരവാദിത്വം. അതിപ്പോ ഏത് സഭയാണ്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് അവകാശിയല്ല. അവൻ വിശ്വാസികളെ കൺഫ്യൂഷനാക്കി വഴിതെറ്റിച്ച് നാലുപാടും ചതറിച്ച് വിടാതെ അവൻ ചേർത്ത് നിർത്തുക. തന്നെ ഏൽപ്പിച്ച അജഗണങ്ങളെ ദൈവത്തിന് കൊള്ളാവുന്നതായിട്ട് പരിപാലിച്ച് ഏൽപ്പിക്കുക. അതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി